ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കിയാലോ. ഇത് സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കിച്ചടി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി കുറച്ച് തേങ്ങയും പച്ചമുളകും കടുകും കുറച്ച് തൈരും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. 2 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് 2 or 3 പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് കൂടി ചേർക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ കട്ടയൊക്കെ ഉടച്ചിട്ടാണ് ഇപ്പോൾ തൈര് ചേർത്തിരിക്കുന്നത്. 9 ടേബിൾ സ്പൂൺ തൈരാണ് ഇപ്പോൾ ചേർത്തത്. ആദ്യം തേങ്ങയുടെ കൂടെ 3 ടേബിൾ സ്പൂൺ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 12 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിപ്പോൾ ചേർത്തത്. കൂടുതൽ പുളിയുള്ള തൈര് ഇതിനു വേണ്ടി എടുക്കരുത്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു കിച്ചടി തയ്യാറാക്കാനായിട്ട് 15 വെണ്ടയ്ക്കയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ വെണ്ടയ്ക്കയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഈ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് പലതവണയായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കടായിൽ ഒരുമിച്ച് തന്നെയാണ് ഈ വെണ്ടയ്ക്ക എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു നോൺ സ്റ്റിക്ക് കടായി ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. എങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടിയാണിത്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുത്. ഇതിനു മുമ്പ് ഞാൻ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. അതുകൂടാതെ സദ്യ റെസിപ്പികളൊക്കെ ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തൈരും തേങ്ങയുടെ കൂട്ടും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് കടുക് താളിച്ചതും ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതും കടുക് താളിച്ചതിൻ്റെ ബാക്കിയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ.